എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വീടുകളിലെ വിഗ്രഹങ്ങളും ഫോട്ടോകളും ആരാധിക്കുന്നതിന് വേണ്ടി പൂജാമുറികളിലൊക്കെ വയ്ക്കാറുള്ളവരാണ്. കൂടുതലും വിഗ്രഹമായിട്ട് വയ്ക്കാറ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമായിരിക്കും. വിഷുക്കണിക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങളായിരിക്കും നമ്മൾ മേടിച്ച് വയ്ക്കാറ്. ആ വിഗ്രഹങ്ങളൊക്കെ തന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ പെയിൻറ്റുകൾ പോയിട്ടോ ഇല്ലെങ്കിൽ ചെറിയ ഒരു സ്ഥാനമാറ്റം കൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് വരികയോ, ഫോട്ടോകളാണെങ്കിൽ തന്നെയും അതിൻ്റെ ഫ്രെയിം പൊട്ടി പോവുകയോ ഫ്രെയിമിന് തീ പിടിക്കുകയോ ഒക്കെ ചെയ്ത് നശിക്കാറുണ്ട്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ കൂടുതലും നമ്മൾ നിത്യം തൊഴുതു വരുന്നത് കൊണ്ട് തന്നെ ഈ വിഗ്രഹവും നമ്മളുമായിട്ട് മാനസികമായി ഭയങ്കര ആത്മബന്ധമായിരിക്കും. അപ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ പൊട്ടിപ്പോകുമ്പം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യം, നമുക്കിനി ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. വിഗ്രഹം പൊട്ടുമ്പോൾ നമുക്കെടുത്ത് എറിയാനായിട്ട് ഇത് തോന്നില്ല. നമ്മൾ അത്രയും നാൾ പ്രാർത്ഥിച്ചൊരു വിഗ്രഹമായതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കാനോ കളഞ്ഞിട്ട് പോരാനോ അല്ലെങ്കിൽ വലിച്ചെറിയാനോ ഒക്കെ നമുക്ക് തോന്നാറില്ല. അപ്പോൾ ആ വിഗ്രഹം വീട്ടിൽ തന്നെ വെക്കുന്നത് ദോഷമായതുകൊണ്ട് അത് മാറ്റിയേ പറ്റൂ എന്നവസ്ഥയുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോട്ടോകളൊക്കെ പൊട്ടുമ്പോൾ അതിൻ്റെ ഫ്രെയിം മാറ്റി ഇടാനുള്ള സാഹചര്യം, ഫോട്ടോയ്ക്ക് കീറലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം മാറ്റിയിട്ട് ആ ഫോട്ടോ തന്നെ സൂക്ഷിക്കാം. വിഗ്രഹങ്ങളാണെങ്കിൽ ശിരസിലോ കഴുത്തിലോ നെഞ്ചിലോ ഒക്കെ ഉണ്ടാകുന്ന പൊട്ടലല്ലാത്തതൊക്കെ നമുക്ക് ഈ വിഗ്രഹം നിർമ്മിക്കുന്ന കടയിൽ കൊണ്ട് ചേർത്താൽ അവരത് റെഡിയാക്കി തരുന്നതാണ്. ഇതൊന്നും അല്ലാണ്ട് നമുക്കിതിപ്പം ഈ പൊട്ടുന്ന വിഗ്രഹങ്ങളും ഫോട്ടോകളും ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പുതുക്കി പണിയാനോ ഇല്ലെങ്കിൽ നിർമ്മിക്കാനോ ഒന്നും പറ്റുന്നില്ല. നമുക്കിത് കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയായിട്ടുണ്ട് എങ്കിൽ എല്ലാവരും പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം, ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിലേക്ക് ഇതിനെ കൊണ്ട് നിമഞ്ജനം ചെയ്തിട്ട് പോരാറാണ് പതിവ്. ക്ഷേത്രത്തിലാണ് നമ്മൾ കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ദൂരത്തേക്ക് മാറ്റി ഉപേക്ഷിച്ചില്ല എന്നൊരു ധാരണയിലാണ് എല്ലാവരും ഈ ആലിൻ്റെ ചുവട്ടിലും ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോരാറ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതലും ക്ഷേത്രങ്ങളിൽ ഇപ്പം മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, പഴയ വിഗ്രഹങ്ങളോ ഫോട്ടോകളോ ആൽത്തറയിലൊന്നും വെക്കുകയോ ചെയ്യരുതെന്നും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നതിനാണ് ക്ഷേത്രത്തിലെ ആൽത്തറയിൽ കൊണ്ട് വെച്ചിട്ട് പോരുക. അതൊരിക്കലും ശാശ്വതമായ ഒരു കാര്യമല്ല. ആ ക്ഷേത്രത്തിലേക്ക് തന്നെ ആ ഭഗവാന്റെ വിഗ്രഹം കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ചിട്ടിരുന്നത് ആ ക്ഷേത്രത്തിന് കൂടി ദോഷമാകുന്ന ഒരു കാര്യമായിപ്പോവും. ആ ക്ഷേത്രത്തിൻ്റെ അനുമതി ഇല്ലാതെ, ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ വെക്കുന്നതിന് പ്രത്യേകം സജ്ജീകരണമുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം അവിടെ വെക്കാവുന്നതാണ്. അതിന് യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ അനുമതി ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ അവരറിയാതെ നമ്മൾ കൊണ്ട് സമർപ്പിച്ചിട്ട് പോരുകയൊക്കെ ഏറ്റവും വലിയ തെറ്റാണ്. അനുമതിയുള്ള ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി നമുക്ക് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ അനുമതിയുള്ള ക്ഷേത്രങ്ങളൊന്നും ഇല്ല. എല്ലാവരുടെയും വീട്ടിലൊരു ഫോട്ടോയോ വിഗ്രഹമോ ഒരു ഫോട്ടോയെങ്കിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട ഉപാധി എന്താണ്, അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ഇപ്പോൾ നമുക്കതിനകത്ത് ചൈതന്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ അത്രയും നാൾ പ്രാർത്ഥിച്ച, നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥന സമർപ്പിച്ച, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് ഒരു ആ ഭഗവാന്റെ ഇല്ലെങ്കിൽ ആ ഭഗവതിയുടെ രൂപം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിശേഷഗ്രാഹ്യത ഇത് വിശേഷിച്ച് ഗ്രഹിക്കാനാണ് ഈ വിഗ്രഹങ്ങളും ഫോട്ടോകളും. അപ്പോൾ അത് ഏത് ദേവൻ്റെയാണോ അങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ ആ പൊട്ടിപ്പോയത് നിമിത്തം നമുക്ക് എന്തെങ്കിലും ക്ലേശമുണ്ടാകുമോ എന്നുള്ള ചിന്തകൾ വഴി നമുക്ക് വ്യാധികൾ വരാറുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ പൊട്ടിയ ഫോട്ടോ സമർപ്പിച്ചതിന് ശേഷം അത് പോയതിന് ശേഷമാണ് നമുക്ക് ദുരിതങ്ങൾ എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തയുടെ ഒരു ഭാഗവും കൂടിയാണ്. ആ ഭഗവാൻ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. അതിന് ശാസ്ത്രീയമായി ചെയ്യേണ്ടത്, ആ ഏത് മൂർത്തിയുടെയാണോ ആ ഫോട്ടോ, ആ മൂർത്തിക്ക് തൊട്ടടുത്തുള്ള ആ മൂർത്തിയുടെ ക്ഷേത്രത്തിലേക്ക് പോയി വഴിപാടുകൾ കഴിക്കുക. എന്നിട്ട് ആ ഫോട്ടോ സമുദ്രത്തിലേക്ക് നിമഞ്ജനം ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമം. അതിൻ്റെ ചില്ല് കഷ്ണങ്ങൾ സമുദ്രത്തിലിടരുത്. ഫോട്ടോയുടെ ചില്ല് മാറ്റിക്കൊണ്ട്, നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് ചില്ല് മാത്രം വേർതിരിച്ചെടുത്ത് ഗ്ലാസുകൾ നിമഞ്ജനം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഗ്ലാസ് മാറ്റുക. ഫോട്ടോയും ഫ്രെയിമും അത് സമുദ്രത്തിന് അല്ലെങ്കിൽ അവിടുത്തെ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധനങ്ങളൊന്നും സമുദ്രത്തിൽ ഇടാതിരിക്കാൻ നോക്കുക. വിഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ദോഷവുമില്ല, സമുദ്രത്തിനില്ല. അവരോട് പറഞ്ഞാൽ അവർ നിമഞ്ജനം ചെയ്തു തന്നോളും. അതല്ലെങ്കിൽ നമ്മൾ സമുദ്രത്തിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് മാറ്റി നിമഞ്ജനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ജലാശയത്തിലേക്ക് കളയുകയാണ് ചെയ്യേണ്ടത്. എങ്ങും വലിച്ചെറിയോ മാവിൻ്റെ ചുവട്ടിലിട്ടിട്ട് പോരരുത്. അതവിടെ കിടന്ന്
ജീർണിച്ച് തീരേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അത് അങ്ങനെ ഉണ്ടാവരുത്. ഏതെങ്കിലും സമുദ്രത്തിലേക്ക് നിമജ്ജനം ചെയ്യുക, ജലത്തിലേക്ക് നിമജ്ജനം ചെയ്യുകയാണ് വേണ്ടത്. ആ നിമജ്ജനം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതേ ഫോട്ടോ നമുക്ക് വാങ്ങിച്ച് ആ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രമിക്കുക. കാരണം ദീർഘനാൾ പ്രാർത്ഥിച്ച ഒരു ഫോട്ടോയോ ഇല്ലെങ്കിൽ ഒരു വിഗ്രഹമാണെങ്കിൽ അതിൻ്റെ ശൂന്യത നമ്മളെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിലാണെന്നൊരു ചിന്ത വരും. ആ ഭഗവാൻ നമ്മുടെ വീട്ടിൽ നിന്ന് പോയല്ലോ എന്നൊരു ചിന്ത കൂടി വരും. അത് നിമിത്തം ഭഗവാന് നമ്മളോട് ദേഷ്യങ്ങളോ ഉണ്ടോ എന്നൊരു ചിന്ത വരും. ഒരിക്കലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ദൈവന്മാർക്കും നമ്മളോട് പകയോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും വരില്ല. നമ്മളത് കണക്ക് ആ കൃത്യമായിട്ടുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും അത് ഏത് മൂർത്തിയുടെ ആയിരുന്നു ആ മൂർത്തിയുടെ ഇത് മേടിക്കുക, വിഗ്രഹ ഫോട്ടോ മേടിക്കുക. വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. അത് മേടിച്ച് അടുത്ത ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുകയോ അല്ലെങ്കിൽ പുണ്യാഹം വാങ്ങിച്ച് തളിക്കുകയോ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ നേരത്തെ ഏത് സ്ഥാനത്താണ് വരുന്നത് അതേ സ്ഥാനത്ത് തന്നെ സൂക്ഷിക്കുക. അതായത് അതുകൊണ്ട് വരുന്ന ദോഷങ്ങളൊന്നും നമുക്ക് അനുഭവത്തിൽ വരാണ്ട് ഇരുന്നോളും എന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഫോട്ടോയോ വിഗ്രഹങ്ങളോ അലക്ഷ്യമായിട്ട് നിമജ്ജനം ചെയ്യാതിരിക്കുകയോ ക്ഷേത്രത്തിൻ്റെ ആൽച്ചോട്ടിലോ കൊണ്ട് വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് വിഗ്രഹം ആയിക്കോട്ടെ പൊട്ടിയത് സമുദ്രത്തിലോ ജലത്തിലോ നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഫോട്ടോയിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന രൂപമാണ്. അപ്പോൾ ആ വിഗ്രഹത്തിനും ഫോട്ടോയ്ക്കും പ്രത്യേകിച്ച് ചൈതന്യം ആവാഹിക്കേണ്ടതായ ദോഷങ്ങളൊന്നും ഒരിക്കലും അതിന് വരില്ല. ആ ഭഗവാനെ നമ്മളൊന്ന് മനസ്സുകൊണ്ടൊന്ന് മാപ്പപേക്ഷിക്കുക മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് പൂജകൾ ചെയ്തോ ആവാഹിച്ച് നമ്മൾ വേറൊരു വിഗ്രഹത്തിലേക്കോ ഫോട്ടോയിലേക്കോ മാറേണ്ട അവസ്ഥാവിശേഷങ്ങളൊന്നും ഒരിക്കലും അതിനുണ്ടാകില്ല. വർഷങ്ങളായി പൂജിച്ചു വരുന്ന ശിലാവിഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതായ ക്രിയ അവിടെ വരേണ്ടതായിട്ടുള്ളൂ. നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ഭക്തിയുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച വിഗ്രഹങ്ങളോ ഫോട്ടോയ്ക്കൊന്നും ഈ ആവാഹനത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരുന്നതല്ല. നിമജ്ജനം ചെയ്യുന്നത് നല്ല സ്ഥലത്തായിരിക്കണമെന്ന്. കാരണം ഒത്തിരി പേരുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. ഒത്തിരി പേര് വിളിക്കാറുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഫോട്ടോ പൊട്ടി ഇല്ല വിഗ്രഹം പൊട്ടി, അതെവിടെ കൊണ്ട് ഇടുക, അത് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, ആ ഭഗവാനെ ഞങ്ങൾക്ക് ഇനി മേടിക്കാൻ പറ്റുമോ, പൊട്ടിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? ഒരു ടെൻഷനും വേണ്ട. പോയതിൻ്റെ പേരിൽ, കാരണം നമ്മൾ മനഃപൂർവ്വം പൊട്ടിക്കുന്നതായിരിക്കില്ല, എന്തെങ്കിലും അബദ്ധവശാൽ നമ്മുടെ കൈയോ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് പൊട്ടുന്നതോ കാലപ്പഴക്കം കൊണ്ട് ജീർണിക്കുന്നതൊക്കെ ആയിരിക്കും. ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിഗ്രഹങ്ങളെ ഞാൻ ഈ പറഞ്ഞ ശിരസിലോ കഴുത്തിലോ മാറിലോ അല്ലാത്ത മുറിവുകളൊക്കെ വന്നാൽ നമുക്കത് പുതുക്കി പണിയാനുള്ള സൗകര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനെ റെഡിയാക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൊട്ടിയ വിഗ്രഹങ്ങൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് അനുഭവത്തിൽ വരിക. ആ വിഗ്രഹത്തേക്ക് നമ്മൾ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൂർണ്ണതയില്ലാത്ത ഒരു ഭാവമായിരിക്കും. അതുതന്നെ നമ്മുടെ മനസ്സിലും ആ പൂർണ്ണതയില്ലാത്ത ഭാവം വരും. അതുവഴി നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒരു പൂർണ്ണത ഇല്ലാണ്ട് വരും. പിന്നീട് അങ്ങനെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഇരിക്കുമ്പം അത് ശേഷം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിലാണെന്നൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോയിക്കും. അതാണ് പൊട്ടിയ വിഗ്രഹങ്ങളോ ഫോട്ടോകളൊന്നും വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫോട്ടോകളും കണ്ണാടികളും സൂക്ഷിക്കരുതെന്ന് പറയുന്നത് ഒരു അപകടവും കൂടി അതിനകത്തുണ്ട്. ആ ചില്ലുകൾ കൊണ്ട് മുറിയാനുള്ള സാഹചര്യം കൊണ്ടാണ് പൊട്ടിയ കണ്ണാടിയോ ഫോട്ടോയോ ഒന്നും വെക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞു വരുന്നത്. അതൊരു ആചാരവുമായി ബന്ധപ്പെടുത്തിയാൽ നമ്മുടെ മനഃശാസ്ത്രപരമായ ബന്ധമുള്ളൊരു കാര്യമാണ്. അതിൽ നോക്കിയാൽ ഒരു പൂർണ്ണത വരാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ പൊട്ടിയ ഫോട്ടോകളോ വിഗ്രഹങ്ങളോ നിമജ്ജനം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വരുന്നത് ഒരു പുണ്യമാസമാണ്, വൃശ്ചിക മാസം. വൃശ്ചിക മാസത്തിൻ്റെ വ്രതങ്ങളും രീതികളും എങ്ങനെ, വൃശ്ചിക മാസത്തിൽ നമ്മുടെ ജീവിത പുരോഗതിക്കും ഗൃഹത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറുന്നതിനും അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതിനൊക്കെ വേണ്ടി ഈ വരുന്ന 16-ാം തീയതി തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച, അത് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മൾ ലൈവിൽ ഒരു വീഡിയോ ഉണ്ടാവുന്നതാണ്. അതിൽ സംശയങ്ങളോ നിങ്ങളുടെ ഈ ക്ഷേത്ര ആരാധനയായിട്ടോ ഹൈന്ദവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. നക്ഷത്രപരമായിട്ടുള്ള സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ്. എല്ലാവർക്കും നല്ല ഫലത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.